എടാ ബാത്തിഷ, നീ അത് 16.5 സെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 16.5 സെൻറ്റിൽ 4 സെൻറ്റ് അത് വഴിക്ക് പോകും. പിന്നെ എത്ര ഉണ്ട്? 12 സെൻറ്റ്. 12 സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടെയാണ് അവൻ ഈ 75 ലക്ഷം രൂപ ചോദിക്കണം. അതിനില്ലടേ അത്. മാത്രമല്ല വീട് 10-25 കൊല്ലം പഴക്കമുള്ള വീട്. അതിൻ്റെ പല ചവരും പൊട്ടിയിരിക്കുകയാണ്. അവിടെ നീ അത് വിട്. നിനക്ക് ഞാൻ വേറൊരു കൊട്ടേഷൻ പറഞ്ഞുതരാം. എടാ നമ്മുടെ ആ ഉഴമലക്കൽ ആ ചാരും മൂടുന്ന നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ 4.5 കോടി രൂപയുടെ ഒരു വീട് കിടപ്പുണ്ട്. 4.5 കോടി. അതായത് പിന്നെ വസ്തു 27 സെൻറ്റ് സ്ഥലം, വീട് 5000 സ്ക്വയർ ഫീറ്റ്. മേളിൽ ഹെലികോപ്റ്റർ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റും, ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാൻ പറ്റും. സ്വിമ്മിംഗ് പൂള് 2 ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. അത് പിടിച്ചിട്ടാൻ നോക്ക്, നമുക്ക് കാര്യമായിട്ട് വല്ലതും തടയും. പിന്നെ വേറെ കേസ് പറയാൻ പറ്റുമോ? നമ്മളെ വെള്ളനാട് റോഡിൽ 27 ഏക്കർ കിടപ്പുണ്ട്. നല്ല ആലുബ കഷ്ണം പോലത്തെ സ്ഥലം. അതിനങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിനെ മുറിച്ച് പ്ലോട്ടാക്കി കഴിഞ്ഞാൽ ഇന്നാണ് എടാ അത്. അങ്ങനെ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. പിന്നെ അതിനകത്ത് തന്നെ നല്ല കുറേ പാറയുണ്ട്, അത് പൊട്ടിച്ചെടുക്കാം. പിന്നെ മണ്ണെടുക്കാം. പിന്നെ കുറച്ച് പാഴും മരങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഐഡിയ ഉള്ളവനാണെങ്കിൽ അത് കൊയ്ത്ത് നല്ലൊരു തുക കയ്യിലെടുക്കും. നീ അങ്ങനത്തെ കച്ചവടം പടി. ഈ 13 സെൻറ്റൊക്കെ എന്തായിരുന്നടാ, നമുക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ലല്ലോ. ശരി ചെറിയ കച്ചവടം. 13 സെൻറ്റും 15 സെൻറ്റും 10 സെൻറ്റും ഒക്കെ എന്തിനാണത്? സത്യം, കോടികൾ മതി. കുറെ നാളായല്ലോ ക്ലീറ്റ. 1.5 കോടിയുടെ വീട്, 4.5 കോടിയുടെ വീട്, 5.5 കോടിയുടെ വീട്, 10 കോടിയുടെ വീട്, 50 സെന്റ് 60 സെന്റ്. എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫോൺ റീചാർജ് ചെയ്യാനുള്ള പൈസ എങ്കിലും കിട്ടുന്നുണ്ടോ അതിൽ നിന്ന്? എന്തോ എടീ, ഇങ്ങനെ മിണുമിണോ തിന്നുമ്പോൾ ആലോചിക്കണം. കഴിഞ്ഞ ആഴ്ച നിനക്ക് ഗ്യാസ് മുട്ടായിയും പിന്നെ കൊച്ചിന് ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചോണ്ടുന്നത് ഏത് പൈസക്ക്? കച്ചവടം നടന്നത് കമ്മീഷൻ കിട്ടിയ പൈസക്ക്. അതാണ് കമ്മീഷൻ കിട്ടിയത്. എത്ര രൂപ കിട്ടിയതെന്ന് പറഞ്ഞേ? അത് 2000 രൂപ കിട്ടി. എന്ത് എന്റെ ക്ലീറ്റോ അവിടെ വാടകക്കാർ വന്നപ്പോൾ അവരുടെ താക്കോല് ക്ലീറ്റോനെ ഏൽപ്പിച്ചു. അതൊന്ന് തുറന്നു കൊടുക്കാൻ പറഞ്ഞ് ക്ലീറ്റോ അവിടെ പോയി തുറന്നു കൊടുത്തോണ്ടിരുന്നു. അതിനല്ലേ അവർക്ക് ക്ലീറ്റോനെ കണ്ട് സഹതാപം തോന്നിയിട്ട് തന്ന 2000 രൂപ കമ്മീഷൻ. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ആകെ സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി മേടിക്കാൻ നോക്കും. അല്ലാതെ ഇത് കാരണവന്മാരുണ്ടാക്കിയതാ. നീ നോക്കിക്കോടി. ആ 4.5 കോടിയുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് കച്ചവടം ഞാൻ ചെയ്തിട്ട് അതിന്റെ കമ്മീഷൻ വാങ്ങി ഈ മേശപ്പുറത്ത് കൊണ്ട് നിന്നെ എണ്ണി ഞാൻ കാണിക്കോടി. കേറി അത് തന്നെ. അതിനിടയ്ക്ക് നെഗറ്റീവ് ചിന്തിച്ച് എന്നെ കുറിച്ച് ദുഷിപ്പ് ചിന്തിച്ച് ഞാൻ നന്നാവണം ഇഷ്ടമല്ലല്ലോ. കർത്താവ് അപ്പം തന്നെ വരും. എടുത്ത് കുടിക്കാ വെള്ളം. അല്ല സാറേ, എല്ലാം ഓക്കെയാണ് സാറേ. അൻസാറുണ്ട് എൻ്റെ കൂടെ. ഞങ്ങളിപ്പം ഏതാണ്ട് കുറേയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സാറേ, ഞാൻ വൈകിട്ട് വിളിക്കാം. ശരി സാർ. അപ്പോൾ കൂടെ സാറ് പറഞ്ഞെന്താ അറിയാമോ? വാഹനജാഥയ്ക്ക് 100 വണ്ടി വേണമെന്ന്. 100 വണ്ടിയാ? 100 വണ്ടി നീ കേട്ടിട്ടില്ലേ? 100 വണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലേ, ഇതിന് 100 വണ്ടിക്ക് എത്ര പൈസ ആവുമെന്ന് അറിയാമോ? പൈസ നിന്റെ വീട്ടിൽ നല്ല എടുത്ത് കൊടുക്കണം. നമ്മൾ പിരിക്കണം. ആളുകളെ കടയിലൊക്കെ ഇറങ്ങി അങ്ങോട്ട് പിരിക്കണം. താറുമാറാ. എന്റെ ആളിയാ 100 വണ്ടിക്കുള്ള പൈസ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ പിരിക്കണം? പിരിവൊന്നും നടക്കൂലേ സാറേ? അതൊക്കെ നടക്കും. ഞാൻ ചോദിച്ചോട്ടെ, നീ ഒരു മെമ്പർ ആയ പിന്നെ ഒരു 100 പേർക്കെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടില്ലേ? 100 പേർക്ക് സഹായം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പൈസ സഹായം ചെയ്തു വരുന്ന പൈസ വാങ്ങിക്കണം. അവരടുത്തൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ ഒരു ആവശ്യത്തിന് സഹായിക്കാൻ പറയണം, സഹകരിക്കാൻ പറയണം. എന്റെ ആളെ അവർ സഹകരിക്കുന്നവർ തന്നെ. അവർക്ക് കയ്യിൽ ഒതുങ്ങി നടക്കല്ലേ അവർ സഹായിക്കൂ. ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ബിസിനസ്സുകാരെയൊക്കെ അങ്ങോട്ട് പിടിക്കണം. അവരെ പിടിച്ചിട്ട് അടുത്ത ഭരണം നമ്മളാണ് എന്ന് പറയണം. പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് സെറ്റാക്കണം. ഇത് പറയാൻ എളുപ്പമാണ്. പിരിക്കേണ്ട ജോലി എനിക്കാണ്. ഇതിലും വലിയ ജാഥ നമ്മൾ നടത്തിയിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കും. പോസിറ്റീവായിട്ട്, ചുമ്മാ നെഗറ്റീവ് അടിക്കല്ലേ. എല്ലാം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നമുക്കൊരു ചായ എനിക്ക് മീനൊന്നും വേണ്ട. എനിക്ക് വേണ്ട. ഞാൻ നോക്കട്ടെ. എന്തോ വില? 150 രൂപയ്ക്കൊന്നും ഇതില്ല. ഞാൻ 100 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 150 രൂപ വേണമെങ്കിൽ തരാം സാറേ. 130 രൂപ കൊടുക്കും. ഇല്ല 150 രൂപ. ചുമ്മാ ലേലം വിളിക്കാതെ അവരെ ജീവിത പ്രശ്നമാണ്. 150 രൂപ വാങ്ങിക്കണം സാറേ. 1 കിലോ വാങ്ങണം സാറേ. ഞാൻ ഇനിയിപ്പോ എന്തായാലും 1 കിലോ ഞാനായിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നം ഇല്ലാണ്ടാക്കിയിട്ട് നല്ലത് തന്നെ. 1 കിലോ ഞാൻ സാറിന് 150 രൂപയ്ക്ക് തരും. ഞാൻ 300 രൂപയ്ക്കാണ് 1 കിലോ പാളയത്ത് വാങ്ങിച്ചിട്ട് പോകാൻ തങ്കത്തിനൊരു സന്തോഷമായിട്ട് വാങ്ങിക്കണമെന്നുണ്ടോ? നല്ല മീൻ എടുത്ത് നോക്കണേ. പൈസ ഞാൻ കൊടുത്തോളാം പൈസ. നീ കൊടുക്കോ? പിന്നെ അതെ, എന്നാ പിന്നെ 1 കിലോ എടുത്തോളാം.
ഇതേ മറ്റേ വാഹന ജാഥയ്ക്ക് നമ്മൾ പിരിച്ച പൈസയാണ്. അതീന്നാ ആ അതീന്ന് എടുത്ത് കൊടുക്കാൻ അതിൽ നിന്ന് എന്തെടുത്താല് കുഴപ്പമില്ല. ഇത് പൈസയാണല്ലേ പിന്നെ പാർട്ടിക്കാണ്ടി മെനക്കെടണം. 1 കിലോ കൂടെ ഇട് കേട്ടോ. ഓ ഒരെണ്ണം കൂടി 1 കിലോ കൂടെ ഇട്. ആ പെട്ടെന്നാവട്ടെ. നല്ല മീനാളിയാണ്. ആണേ. അത് പിടിച്ചോ. മാർക്കറ്റിൽ 200 രൂപയുള്ളൂടി. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പെട്ടി എടുത്ത് താഴോട്ട് വെക്കാം, എന്നിട്ട് ചേച്ചി കാണിച്ച് വണ്ടിയുടെ പുറകിലോട്ട് കയറും. നമുക്കൊരു മാർക്കറ്റ് പോയി തിരക്കാം. എന്താ വില അന്നേരം അറിയാൻ പറ്റുമല്ലോ ചേച്ചിക്ക്. അതിനെ ചേച്ചി എന്തിനാ ചേട്ടൻ്റെ വണ്ടിയുടെ പുറകെ കയറുന്നത്? ചേച്ചി അങ്ങോട്ട് വരെ അറിയാൻ പാടില്ലേ? അപ്പം അത് വണ്ടിക്കൂലി ലാഭിക്കാം. അയ്യോ വേണ്ട, അതുകൊണ്ടാ വേണ്ട. ഓ എന്റെ സാധനങ്ങളൊക്കെ ഒത്തിരി വില കൂടുതലാണ് സാറേ. സൗദിയിൽ ഈ ഒരു കിലോ അയിലയ്ക്ക് എന്താ വിലയെന്ന് സാറിന് അറിയോ? 25 ലിയാറ എന്ന് വെച്ചാൽ നാട്ടിലെ 550 രൂപ. അതെന്താ ലിയാറെന്താണ്? അല്ല റിയാല് റിയാല്. ഇതിപ്പോ എത്ര രൂപ തരൂന്ന് പറയാം. എന്താണെങ്കിലും 100 രൂപയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. ഇതിന് ഭയങ്കര വിലയാണ്. ഒന്ന് ശംഖുവം ബീച്ചിലോട്ട് ഇത് കൊണ്ടങ്ങോട്ട് ഇട്ട് നോക്കണം, വെള്ളത്തിലോട്ട് അങ്ങോട്ട് പിടച്ച് തെറിച്ച് പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പെടച്ച് തെറിച്ച് വേണം മീനൊന്നും വേണ്ട. നിങ്ങൾ എത്ര രൂപയെന്ന് പറയാം, ശരിക്കുള്ള പൈസ പറ. 275 രൂപ. അതിൽ കുറച്ച് ഞാൻ തരത്തില്ല. കുറച്ചുകൂടെ എത്ര ആയിപ്പോ? അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ല സാറേ. 275. 300 ഞാൻ പറഞ്ഞു. 25 രൂപ കുറച്ച്. മതി എടുത്തിട്ടാ. മേടിക്ക് ഒരു കിലോ കേട്ടോ. ആ എടുക്ക്. ഒരെണ്ണം കൂടി ഇടായിരുന്നു എന്റെ അലി. ഇത് വലിയ അയിലയാണെന്ന്. കണ്ട ഇപ്പൊ എവിടെ നിന്ന് വലുത് വന്നത് കണ്ട, എല്ലാം ചെറുത്. എനിക്ക് ചേച്ചിയും എടുത്തേ. എന്നാ പിടിച്ചേ എന്നാ ഒരെണ്ണം വിട്ട് തരാം. ഓ ആയല്ലോ. കണ്ട, അപ്പൊ അത് കുഴപ്പമില്ല. എന്റെ കെട്ടിയ പറഞ്ഞാടി വിലയോടുമ്പോൾ എന്തോ പഠിച്ചോണ്ട് വരാ. ആ എന്തോ ലീറ്റോ എന്താ പരിപാടി? മീൻ അയില മേടിച്ചോ? ഓ മേടിക്കാതെ എന്ത് ചെയ്യാനാ? ഇത് എത്ര രൂപ ഇതിന്? 275 രൂപ 1 കിലോ അയിലേ. 300 പറഞ്ഞത്. അലി, ഈ പ്രദേശത്ത് നീ മാത്രമല്ല മീൻ കച്ചവടം ചെയ്യണത്, നീ അത് മറക്കല്ലേ കേട്ടാ. പിന്നെ സാറേ വില സംസാരിക്കല്ലേ. ഏതാ 1 കിലോ അയല 150 രൂപ. ഞാൻ ഇപ്പം മേടിച്ചതാ. 150 രൂപ. അതുപോലെ ചീഞ്ഞല്ലായിരിക്കും. നമ്മളോട് പറഞ്ഞു നല്ല മീനൊക്കെ കണ്ട എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കല്ലേ സാറേ. എനിക്ക് ഹാർബറിൽ നിന്ന് 250 രൂപ വിലയിട്ട് പിടിക്കുന്ന മീനായത്. അതുകൊണ്ട് സാറ് നോക്ക് സാർ, നല്ല ഫ്രഷ് സാധനം ഇതിനകത്തിരിക്കണത് ഇതേ ഫ്രഷ് സാധനം തന്നെ. 150 രൂപയ്ക്ക് എനിക്ക് തന്ന്. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 10 രൂപ ലാഭത്തിന് നീ ഇതെടുത്തോ. വേണ്ട, സാർ ആഗ്രഹിച്ചെടുത്തല്ലേ, പിന്നെ അതിനകത്ത് എനിക്ക് 10 രൂപ ലാഭം. ഞാനൊരു കാര്യം കൊണ്ടേ കഴിച്ചോ. പറയണ വിലയ്ക്ക് നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കരുത്. ഇവിടെ മീൻ ഇഷ്ടം പോലെ വേറെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. സ്ഥിരം വാങ്ങിക്കുന്ന ഇത് കുറെ അതിക്രമായി പോയി എന്റെ പൊന്നെ. നീ പൈസ എനിക്ക് ഹാർബറിൽ എടുക്കുന്ന കൊടു, മീനും കൊടു. വേണ്ട, ഇതിപ്പോ ഞാൻ വാങ്ങിച്ചത് ഇതുകൊണ്ട്. ചേച്ചി വാങ്ങിച്ച മീനാണത്. എന്ത് അതുകൊണ്ട് ഞങ്ങളിത് കൊള്ള പൈസക്ക് മീൻ വാങ്ങി തിന്നണോ നിർബന്ധമുണ്ടോ? നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടു. വേണ്ട, ശരി എനിക്കും വേണ്ട. അവനവിടെ മേടിച്ചല്ലോ, ഇത് നമുക്ക് എന്തെങ്കിലും എടുക്കാം. അത് കൊടു, അത് പൈസ കൊടു. പൈസ കൊടുത്താ? ഇല്ല, പൈസ തന്നില്ല. പൈസ വാങ്ങിച്ചില്ലായിരുന്നല്ലോ. അതിന്റെ പൈസ ഇതിങ്ങനെയൊന്നും ആളുകളെ പറ്റി തിന്നല്ലേ അല്ലേ, ദഹിക്കൂല കേട്ടാ. ലാഭം എടുക്കും. എനിക്ക് കിട്ടുന്ന വിലക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് എടപ്പള്ളി ചന്തന്ന് ഞാൻ വാങ്ങിച്ചിടുന്നു. പോട്ടെ പോലെ കച്ചവടം ചെയ്യണല്ലേ. എനിക്ക് ഹാർബറിൽ നിന്ന് കിട്ടുന്ന വിലക്കല്ലേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ സാറേ. സാർ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്നാ നീ ഹാർബറുകാരുടെ പോയി പറ, ഇങ്ങനെ പറ്റിക്കലും നീ അവരോട് പറ. ഇവിടെ വരുമ്പോഴേ കാര്യത്തോട് തർക്കം ഉണ്ടാകുന്നത്. ശരി, സാറിന് വേണ്ടി. ശരി ആയിക്കോട്ടെ. നിങ്ങൾക്ക് പ്രദേശത്ത് ഒരു മനുഷ്യനും മാത്രം എപ്പോഴും പൈസ കൂടുതൽ. പിന്നെ ഞാൻ മറ്റുള്ള വീടുകളിലൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്. അല്ല, ഇങ്ങനെ പറയുമ്പോൾ സാറേ വിഷമം ഉണ്ടാവത്തില്ലേ സാറേ? ഒരുത്തൻ 275 രൂപ മീനിന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ 100 രൂപ പറയണം. അങ്ങനെ പഠിക്കണം കച്ചവടം ചെയ്യും. ഇത്ര ലാഭത്തിൽ കിട്ടിയപ്പോ എനിക്കും കൂടെ 1 കിലോ വാങ്ങിക്കായിരുന്നില്ലേ? പകുതി തരാടി. വേണ്ടല്ലോ, 1 കിലോ മേടിച്ചില്ലേ, പിന്നെന്ത്? ഇനി ആവട്ടെ, ഇനി ഞാൻ ചോദിച്ചില്ല, ഞാൻ വാങ്ങിച്ചോണ്ടിരും. ഇതുപോലെ ഞാൻ വാങ്ങിച്ചോണ്ടാ നിങ്ങൾ കെട്ടിയോ കുറ്റം പറയും. എന്തിനുള്ള മീനെല്ലാം കൂടെ നമ്മൾ വാങ്ങിച്ചത്? അതൊന്നും കൊണ്ടല്ല, അവൻ സ്ഥിരമായിട്ട് വരുന്നതാണ്. അവനെ പണിക്കാൻ എല്ലാ ദിവസവും വെളിയിൽ നിന്ന് പോയി മേടിക്കാൻ പറ്റൂല. ഇതാകുമ്പോ വീട്ടിൽ നടക്കൊണ്ട് വരുന്നല്ലേ. എടുക്കട്ടെ. ഈ അച്ചാർ ഇത് എന്തോ എരിയുന്ന ഉപ്പുവാ, പ്രഷർ കൂടും. ഈ അച്ചാറിൽ ഇച്ചിരി എരിവും ഉപ്പും ഒന്നും ഇത്രയും വേണ്ട. എന്നാ പിന്നെ നാളെ മുതൽ നിങ്ങൾ തന്നു വിടുന്ന അച്ചാർ ഇട്. ഞാൻ എന്നെ പഠിപ്പിക്കണ്ട കേട്ടാ. വീണ്ടും മുളക് കൂടുതലാന്ന് തോന്നുന്നു. ഒരു വല്ലാത്ത കട്ട ചേതാ.
തങ്കടുത്തിയാ ആ ഇതെന്താ മീൻകറി ഒരു വല്ലാതെ ചേവാ ഏ ഇതെന്താ മീനിന് ഞാൻ കൂട്ടി നോക്കിയില്ല. ഓക്കെ ഉണക്കമീൻ്റെ ഒരു ഇതുപോലെ ഇരിക്കുന്നു. ഥു, ഇത് ഈ മീന് ഒരു കാര്യം ചെയ്, 50 രൂപയ്ക്ക് എവിടെന്നെങ്കിലും അയില കിട്ടുമോ നോക്ക്. 50 രൂപയ്ക്ക്. അതാ പിന്നെ അല്ലാതെ ചീഞ്ഞ മീനായിട്ടായിരുന്നു. അത് എനിക്ക് ഉണ്ടാക്കിയപ്പോ ഒരു മണം പോലെ തോന്നി. എന്റെ മൂക്കിന്റെ എടുക്കുന്ന വിചാരിച്ചു. ഇതൊന്നുമല്ല. ആ അവര് തന്നപ്പോ പറഞ്ഞല്ലോ ഇത് നല്ല ഇപ്പൊ ആ കച്ചവടക്കാരങ്ങനെ എന്തെല്ലാം പറയുന്നത് അതെല്ലാം സത്യമായിരിക്കോ? ഇപ്പൊ കണ്ടില്ലേ? എന്നാലും എന്റെ ദൈവമേ മനസ്സിലായില്ലേ? വെട്ടി കഴിയപ്പോ മീനിച്ചിട്ട് ചീഞ്ഞതായിരുന്നു. പക്ഷെ ഇത് 1 മാസമെങ്കിലും ഇരുന്ന മീനായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും മണം വരൂല. എന്റെ ദൈവമേ, ഞാൻ എന്തോരം ബുദ്ധിമുട്ടിന്നറിയാം. തേങ്ങ മുഴുവൻ ചിരണ്ടി വെറുതെ വെച്ച് നശിപ്പിച്ച് എന്റെ എണ്ണയും ഗ്യാസും എല്ലാം കളഞ്ഞിട്ട്. അല്ലെങ്കിൽ ക്ലീറ്റോ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ആ പറ്റിക്കാനുള്ള ഒരുത്തം വന്നുണ്ട്, അങ്ങ് പറ്റിച്ചേക്കാന്ന് പറഞ്ഞ് ആര് കണ്ടാലും നിങ്ങളെ പറ്റിക്കും. എന്റെ ഉള്ള സമയവും കളഞ്ഞ് മെനക്കേടും ആക്കി. നോക്കിക്കോ, ഈ മീൻകറി മുഴുവൻ ഞാൻ അവളെ കൊണ്ട് തീറ്റിക്കുന്നു. അതിന് വീട്ടിൽ തങ്കച്ചേട്ടത്തി എന്തോ ചെയ്തു? തങ്കച്ചേട്ടത്തി അല്ലടാ, ആ മീൻ തന്നില്ല പെണ്ണുമ്പോളാ. ആ അൻസാർ വായി നോക്കി ഇവിടെ പറഞ്ഞോട്ടാ ഞാൻ വാങ്ങിച്ചത്. അവന്റെ വീടറിയോ മച്ചമ്മക്ക്? വീടൊക്കെ അറിയാലോ. അവര് വൈകുന്നേരം കച്ചവടം ചെയ്യുന്ന സ്ഥലം എനിക്കറിയാം. ഇന്ന് നോക്കി ഇതെല്ലാം അവിടെ ഭാര്യ കെട്ടി അവളെ തീറ്റിക്കുന്നു. ആളുകൾ എങ്ങനെ പറ്റിക്കാൻ പാടുണ്ട? അത് എന്നെ പോലെ ഒരു പ്രമുഖനെ. ഒഴിക്കട്ടെ. അടിപൊളി മീൻകറി കേട്ടാ. കറി വെച്ചാ നല്ലതാണോ? ചേച്ചി വെച്ചില്ലേ? നല്ലതാ. ഓ കണ്ട ഏട്ടെ ചേച്ചിയുടെ മുഖം ഇരിക്കുന്നത് കൊള്ളത്തില്ലെന്ന്. എന്ത് നല്ലത് വെച്ച് കൊടുത്താലും ചേച്ചിയുടെ മുഖം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞോണ്ട് ആ ഇനി നീ കൂടി കേറ്. ഞാനിപ്പോ നല്ലതല്ലാന്ന് പറഞ്ഞത് പറയണ്ടല്ലോ, ചേച്ചിയുടെ മുഖം അങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ടല്ല അങ്ങനെ മുഖം വെച്ചത്. എനിക്ക് പറ്റിയൊരു അബദ്ധം. എന്താ? രാവിലെ ആ മീൻ മേടിച്ചില്ലേ, അവളെ തിരിച്ചു കൊടുക്കണ്ടായിരുന്നു. ക്ലീറ്റ കൊണ്ടുവന്ന മീനില്ലേടി. ദൈവമേ, 1 മാസമെങ്കിലും പഴക്കമുണ്ട് ആ മീന്. വെട്ടിക്കഴുകി ഇല്ലാതെ തേങ്ങ അരച്ച് ഞാൻ കറിയും വെച്ച് കഴിഞ്ഞിട്ട് ഒരാൾക്ക് വായിൽ വെക്കാൻ പറ്റണില്ല. പൊള്ളച്ചൊവ. അത്രക്കും കൊള്ളൂല്ലേ? അത്രക്കും കൊള്ളില്ല. റൊണാൾഡോ പോലും കഴിച്ചില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാവും? റൊണാൾഡോ കഴിച്ചില്ലേ? ആ അവന് പോലും കഴിക്കാൻ പറ്റണില്ല. എന്റെ ദൈവം, ഇത് നല്ല പച്ചയിലായിരുന്നു ചേച്ചി. ഞാനാണെങ്കിൽ അത് മുഴുവനും എടുക്കുകയും ചെയ്ത ദൈവമേ. നാളെ ഇനി അതിന്റെ പേരിൽ മെനക്കെടുണ്ടല്ലോ. കറി വെച്ച് നാളെ പറ്റിച്ച് വെക്കാന്ന് ചേച്ചി ഞാൻ മൊത്തം എടുത്തത്. ഞാനിവിടെ പകുതി എടുത്തോളൂ. പകുതി അപ്പൊ തന്നെ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി. വെറുതെ ഇരിക്കാതെ ആ പള്ളിയിൽ പോയിട്ടൊരു പുണ്യാളിനോട് മെഴുകുതിരി കത്തിക്ക്, ചാവാതെ രക്ഷപ്പെട്ടതിന്. അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രമുഖൻ അയില തിന്ന് ചത്തെന്ന് പറഞ്ഞേനെ. നോക്കിയേ, കൈയൊക്കെ ചൊറിഞ്ഞിട്ട് പാടില്ല ആ മീനിന്റെ. മണത്ത് നോക്കിയേ. എവിടെ നിന്നിങ്ങനെ വയ്യാവേലി പിടിച്ച് വെക്കണ ക്ലീറ്റോ നിങ്ങള്? എന്റെ പൊന്നെ, ഇതങ്ങ് വെച്ചേ കിടന്ന് ഉറങ്ങാൻ പോവാ. തലവേദന എടുക്കണം. ആ മീൻ വെട്ടിട്ടൊന്നും ഒന്ന് കിടക്കാൻ നേരത്ത് വിളിച്ചോളണോട്ടാ ചായ എന്നും പറഞ്ഞ്. ഞാൻ എഴുന്നേക്കുമ്പോൾ ഇട്ടുതരാം. ചിലരും കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? നിങ്ങൾ ഉറങ്ങണതാ നല്ലത്. ഉണർന്നിരുന്ന എന്തെങ്കിലും വയ്യാവേലി ഒപ്പിക്കും. പോയാ നീ ഉറങ്ങണം. സിനിമ അതെ, നമ്മളെ മീൻ കറിക്കെതിരെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഒരു കുഴപ്പമില്ല. എനിക്ക് വെറുതെ മോളെയും ബുദ്ധിയില്ലാത്തതിന് എന്ത് ചെയ്യാനാ? എടേ, നീ മൂളെയും ബുദ്ധിയുടെ കാര്യം അവിടെ നിൽക്കട്ട്. ഞാൻ കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നീ അത് പറ. ചോദിച്ചതിന് സമാധാനം പറ. ഇല്ലെന്ന് പറഞ്ഞില്ല, നീ പോയി കിടന്ന് ഉറങ്ങടാ. ഓ അത് ശരി, കുഴപ്പമില്ല. ഈ വെച്ച കറി അവിടെ മുഖത്തുകൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ വേറെ വകുപ്പൊന്നുമില്ലല്ലോ. ഒഴിച്ചു കഴിഞ്ഞാൽ വകുപ്പ് മാറും. ഓ മാറണമെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യണമെന്നുള്ളത്.
ഇതൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് മതി കൂട്ടല്ലേ. മതി, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യാൻ വേണ്ടത് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. ആൾക്കാരെ പറ്റിച്ചിട്ട് 2 മണിയായി, വൈകിട്ടൊന്ന് അന്തിച്ചന്തയ്ക്ക് വരുമല്ലോ. എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം. പോലീസ് എന്നും പറഞ്ഞിരിക്കണം, ഒരു ഗുണമില്ല, മണമില്ല. ഈ നാടുണ്ടല്ലോടാ, ഒരു കാലത്തും നന്നാവില്ല. ഞാൻ ആലോചിക്കണം, എന്നെപ്പോലൊരാളെ ഇങ്ങനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? പല നാൾ കള്ളൻ ഒരു നാൾ പറ്റിക്കപ്പെടുന്ന, അല്ല ഒരു നാൾ പിടിക്കപ്പെടുന്ന. ഇപ്പം അത് പറയേണ്ട കാര്യം. അല്ല ഈ മീൻകറി എടുത്തോണ്ട് എവിടെ പോകാൻ പരിപാടി? ഞാൻ കൊണ്ടുപോയിട്ട് അവള് പന്തിച്ചന്തയ്ക്ക് വരാൻ സമയമായില്ല. നേരെ എടുത്തോണ്ട് അവളെ കച്ചവടം ചെയ്ത് ഇങ്ങനെ ആൾ കൂടി നിൽക്കുന്ന സമയത്ത് എടുത്തൊരൊറ്റ ഒഴിപ്പ് അവളെ മുഖത്തോട്ട്, അവളെ അണ്ണാക്കിലോട്ടാണ് എടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ പോട്ടെ എടുത്ത് എറിഞ്ഞ് അവൾ ഇനി കച്ചവടം ചെയ്യരുത്. നീ അതിങ്ങോട്ട് എടുത്ത് ഇത് ചൂടുണ്ടോ? മിക്കവാറും ചെവ മാറാൻ വേണ്ടി പച്ചവെളിച്ചെണ്ണ അങ്ങനെ ഇത് എന്താ വെച്ചാൽ ഇത് മാറൂലടാ. എൻ്റെ രൂപ 150 അവൾ തിന്ന് അങ്ങനെ അങ്ങ് തിന്നിട്ട് ആളായിരിക്കാൻ പറ്റും. അതെ, ഇന്നത്തോടെ അവളെ കച്ചവടം പൂട്ടിക്കും ഞാൻ. അവളോട്ട് വഴക്കുണ്ടാക്കുന്നതിന്റെ വീഡിയോയിലും എടുക്കാൻ ഞാൻ വേണം ഫോൺ കൊണ്ടുവരായിരുന്നു. അതൊന്നും വേണ്ട, അതൊക്കെ എനിക്കറിയാം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇരിക്കട്ടെ, ഞാനേ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇതാ വരണം. ഇന്നത്തോടെ അവളെ കച്ചവടം ഞാൻ അവസാനിപ്പിച്ചു കൊടുത്തോളാം. കൊതിയോടെ എൻ്റെ ആഹാരം മുട്ടിച്ചിട്ട് അവിടെ മുഖത്തല്ല. മീന് 4 മീനെടു. 4 ആ 4 അടിക്ക്. അതെ, എന്താ സാറേ? 150 കുരുവേരെ മീൻ കറി വെച്ചതാ ഇരിപ്പുണ്ട്. കറിയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. കറി ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെന്ത്? നിങ്ങൾ ഒരുമാതിരി തോന്നിയാസം പറയരുത്. നിങ്ങൾ കച്ചവടം ചെയ്യണ അത് ആളുകളെ കൊല്ലാൻ വേണ്ടി ഇരിക്കണ. ഈ മീൻ എന്ന് പറയുന്ന ഈ സാധനം ഒരു വായി വെച്ച് തിന്നാൻ കൊള്ളൂല. ഇത് 150 ഞാൻ നല്ല മീനല്ലേ തന്നത്? ഞാൻ നല്ല മീനല്ലേ തന്നു വിട്ടത്? നിങ്ങൾ തന്ന നല്ല മീൻ തന്നെയാണ് ഇത് കറി വെച്ചത്. ഒരു വകയ്ക്ക് കൊള്ളൂല. കേട്ടോ, നല്ല മീനാണ്. അഴുക്ക മീൻ, നിങ്ങളെ മീന് പോണ്. പന്ന മീനാണ് ഇവര് തരണത്. ഇവര് കച്ചവടം ചെയ്യണത് കേൾക്കണം എല്ലാരും കേട്ടാ. ഇത് വാങ്ങിക്കരുത്, വിഷമാണ്, വിഷം. അതെ, നിങ്ങൾ പിടയ്ക്കണ മീൻ തുടിക്കണ മീൻ എന്ന് പറഞ്ഞല്ലേ തന്നത്? അത് പിടച്ച മീനല്ലേ ഞാൻ തന്നത്? ഇതാണ് നിങ്ങൾ വിൽക്കണത്. ഇത് നിങ്ങളെ മുഖത്ത് വലിച്ചെറിയാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ മര്യാദയോട് ഞാൻ കാണിക്കുന്നില്ല. ആളുകളെ പറ്റിക്കാനായിട്ടിരിക്കുന്നത്. ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ വലിയ നേതാവാണ്. ഞാൻ വിചാരിച്ചത് നിങ്ങളെ കച്ചവടം പൂട്ടിക്കാൻ പറ്റും. പക്ഷെ അത് ഞാൻ ചെയ്യണില്ല. ഇനി മേലാൽ ഇമ്മടുത്തെ കച്ചവടം ഈ തോന്നിയ ദിവസം ഇവിടെ കാണിക്കരുത് കേട്ടാ. എന്നാ പിന്നെ സാർ ഇതാ ഇപ്പൊ വിഴിഞ്ഞത്ത് നിന്ന് പിടിച്ചോണ്ട് വന്ന ഫ്രഷ് മീനാണ്. സാർ ഒരു 300 രൂപ തന്നാ മതി. സാർ ഇത് കൊണ്ടുപോയിക്കോ. പെണ്ണുപിള്ളേ, റൊണാൾഡേ, ആ ഇങ്ങ് വന്നേ. എന്ത്? ഇതെന്തോ ഇതിനകത്ത് മീൻകറി എന്ത് ചെയ്യുന്നു? തിന്നാ ഞാൻ നിന്നോന്നോ? ക്ലീറ്റോ മച്ചമ്പി എടുത്തോണ്ട് പോയി. എങ്ങോട്ട് കൊണ്ടുപോയി? രാവിലെ ആ പുഴുത്ത മീൻ തന്ന മീൻകാരിയില്ലേ, അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അവളുടെ 2 അക്ഷരം പറയാൻ വേണ്ടി കാര്യം മൊത്തം കവറിനകത്താക്കി കൊണ്ടുപോയി. എന്റെ ദൈവമേ, തങ്ങൻ ചേട്ടത്തിൽ പേടിക്കണ്ട. മനുഷ്യന് തിന്നാൻ തരുന്ന സാധനത്ത് ഇമാര് തോന്നിയ ദിവസം കാണിച്ച് അവിടുത്തെ 2 കൊടുത്താലും ആരും ചോദിക്കാൻ പോകുന്നില്ല. 2 തരേണ്ടത് നിനക്കൊക്കെയാണ്. നിനക്കൊക്കെ ഞാൻ അത് അടി കൊള്ളണ്ട. പന്ന മീൻ ആ പെണ്ണുമ്പിള്ളക്കല്ല അടി കൊടുക്കണ്ടേ? നിനക്കൊക്കെ കുറച്ച് വിഷം മേടിച്ച് എനിക്ക് തരാമോ? ഞാൻ അത് തിന്ന് എവിടെയെങ്കിലും ചത്തു പോക്കോളാം. എനിക്ക് മടുത്തെനിക്ക്. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തങ്കം ചേട്ടത്തിൽ ചൂടാവേണ്ട കാര്യമുണ്ടോ? മിക്കാറും അതുകൊണ്ട് അവർ മുഖത്തെറിയുകയാണ് ക്ലീറ്റോ മച്ചമ്പി. എന്റെ റൊണാൾഡോ, അത് ഏത് മീനായിരുന്നു? രാവിലെ കൊണ്ടുവന്ന പുഴുത്ത മീൻ. അത് ഞാൻ പറമ്പിലോട്ട് എറിഞ്ഞു കളഞ്ഞ്. ആ ലില്ലി മേടിച്ച് നല്ല മീനിന്ന് കുറച്ച് മീൻ തന്നിട്ട് ഞാൻ എന്റെ ദൈവമേ ഇല്ലാത്ത തേങ്ങ അരച്ച് കറി വെച്ചിട്ട് കാണിച്ച് വെച്ചേക്കണോ കേട്ടോ അവന്റെ. എന്താ അച്ഛമ്മ എവിടെ എത്തി? ഞാൻ ജംഗ്ഷൻ എടുത്തത് എന്ത്? പിന്നെ ആ റോഡ് സൈഡിൽ അങ്ങനെ കീറിയ കാലിച്ചാക്കോലം കിടപ്പുണ്ടോ നോക്കിയേ. കാലിച്ചാക്ക എന്തിന്? ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് ആ കടത്തിൻ്റെ അങ്ങനെ വിരിച്ച് അവിടെ കിടന്നു. തങ്കം ചേട്ടത്തി ആകെ കലിപ്പില്ല. മച്ചമ്മ ഇങ്ങോട്ട് കയറ്റൊന്നും തോന്നുന്നില്ല.